ആദ്യമായിട്ടാണ് ഇതുപോലൊരു റെസിപ്പി ഞാൻ റെഡിയാക്കുന്നത്. ഇതൊരു ഫ്രഞ്ച് റെസിപ്പിയാണ്, മധുരമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് നട്ടല്ല ക്രെപ്പ് എന്നാണ്. വളരെ ടേസ്റ്റിയാണ്. ഇതിന് ഫില്ലിങ്ങായിട്ട് നട്ടല്ല തന്നെ വേണമെന്നൊന്നുമില്ല. പല സാധനങ്ങൾ ഫ്രൂട്ട്സ് ആയിട്ടായാലും ചിക്കന് അങ്ങനെ പല സാധനങ്ങളും വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ട, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 1/4 കപ്പ് പാല്, അതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് പഞ്ചസാരയും മുട്ടയും പാലും നല്ലതായിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇത് അടിക്കുന്ന കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഇരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതായത് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബട്ടർ, 1.5 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. അപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ചേർത്ത് കുറച്ച് വനിലയും ചേർത്ത് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിൻ്റെ ശേഷം 1 മണിക്കൂർ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിൻ്റെ ശേഷമാണ് ഇത് നമ്മൾ വീണ്ടും നമ്മളതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നത്. ഇനി നമുക്കൊരു തവ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വളരെ കനം കുറച്ച് വേണം അത് റെഡിയാക്കാൻ. ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അല്പം നെയ്യോ ബട്ടറോ ഓയിലോ എന്തെങ്കിലും കല്ലിൽ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇത് ഒഴിച്ച് നല്ലതായിട്ട് നിരത്തി അല്പം നെയ്യ് കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം വേണ്ട, ഇത് വേകാൻ തീരെ കനം കുറച്ച് വേണം ഉണ്ടാക്കാം. എന്നിട്ടത് നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്കി ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് എടുത്ത് വെച്ചിരിക്കുന്ന ന്യൂട്ടല്ല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് സ്ട്രോബെറിയോ ബനാനയോ നമുക്കിഷ്ടമുള്ള മധുരമുള്ള ഫ്രൂട്ട്സുകൾ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ന്യൂട്ടല്ല പുരട്ടി, അത് ന്യൂട്ടല്ല മാത്രം മതിയെങ്കിൽ ന്യൂട്ടല്ല മാത്രം പുരട്ടി കഴിക്കുക. അല്ലെങ്കിൽ അതിനകത്ത് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട്, അത് സ്ട്രോബെറി ബനാനയൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഞാൻ ന്യൂട്ടല്ല വെച്ചൊരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് ചുരുട്ടി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ പുറത്തൊരല്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ന്യൂട്ടല്ല കൂടി ഹണി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെറും ന്യൂട്ടല്ല മാത്രം ചേർത്തിട്ട് ഒരെണ്ണം ഞാൻ റെഡിയാക്കി. ഇനി കുറച്ച് പഴം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. പഴം ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാലിപ്പൂവനോ പാളയംകോടനോ ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല മധുരമുള്ള പഴം അത് നുറുക്കി ഈ ന്യൂട്ടല്ല പുരട്ടിയതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് പഴം അടുക്കി വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഒരു അല്പം ന്യൂട്ടല്ല കൂടെ വീണ്ടും ഒന്ന് പുരട്ടി കൊടുത്തതിൻ്റെ ശേഷം നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കാം. ത്രികോണത്തിലോ നീളത്തിലോ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും മടക്കി നമുക്ക് അത് ഉപയോഗിക്കാം. നമ്മുടെ ക്രെപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.